അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ബലിപെരുന്നാൾ ദിവസത്തിൽ പ്രപഞ്ചനാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അഥവാ കർമ്മം, ആരാധന, കഴിവുള്ളവർ ബലിമൃഗത്തിനെ അറുത്ത് അതിൻ്റെ രക്തത്തെ ഒഴുക്കലാണ്. ആ ഒരു പുണ്യകർമ്മം ഹനഫി മദ്ഹബിൽ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്ന ഒരു വിശദീകരണമാണ് ഈ വോയിസിലൂടെ നിങ്ങളെ ത്വര്യപ്പെടുത്തുന്നത്. കഴിവുള്ളവർ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ് അഥവാ വാജിബാണ്. ആർക്കാണ് ഉദ്ഹിയ്യത്ത് നിർബന്ധമാകുന്നത്? ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിബന്ധനകളിൽ ആരിലുണ്ടോ അവർ ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ പെരുന്നാൾ ദിവസത്തിലെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ കാര്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുള്ള പൈസ ഒരു മൃഗത്തിനെ വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ 7 പേര് ചേർന്ന് ഒരു മൃഗം വാങ്ങിച്ച് ഷെയർ ചേർന്ന് അറുക്കുന്നതിനോ കഴിവുള്ളവർ ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്, വാജിബാണ്. അതുപോലെ ഒരു കുടുംബനാഥന് തൻ്റെ ഉദ്ഹിയ്യത്ത് അറുക്കലേ ബാധ്യതയുള്ളൂ. എങ്കിലും തൻ്റെ ആശ്രിതർ ബലിയറുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കൽ അദ്ദേഹത്തിന് മുസ്തഹബാണ്. ഇനി ഒരാൾക്ക് ഉദ്ഹിയ്യത്തിന് കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാതെ ഉദ്ഹിയ്യത്തിനുള്ള സമയം കഴിഞ്ഞു പോയാൽ മിതമായ ഒരു ആടിൻ്റെ വില സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അത്രമേൽ ഗൗരവമാണ് ഈ പുണ്യകർമ്മം എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഒരു സംശയമാണ്, മരിച്ചുപോയവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ, അറുക്കാൻ പാടില്ലേ? മരിച്ചുപോയവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാം. മരിച്ചവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ മാംസം എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? അറുക്കുന്നയാൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമോ? ഇക്കാര്യങ്ങളിലെ വിധി അയാൾ സ്വന്തമായി അറുക്കുന്ന ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റേത് പോലെ തന്നെയാണ്. അഥവാ അദ്ദേഹത്തിനത് ഉപയോഗിക്കാം. ഇനി നേരെ മറിച്ച് മരിച്ചുപോയവരുടെ വസിയ്യത്തിൻ്റെ പേരിലാണ് അറുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അറുത്തയാൾ ഭക്ഷിക്കൽ അനുവദനീയമല്ല. ഇനി അതുപോലെ തന്നെ അറുക്കാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ വയസ്സ്, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ആടുകൾ കോലാടാണ്. അതിന് ഒരു വയസ്സ് പൂർത്തിയായിരിക്കണം. അഥവാ 12 മാസം പൂർത്തിയായി 2ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചതായിരിക്കണം. മാടുകളാണെങ്കിൽ ഒട്ടകം ഒഴിച്ച് പശു, കാള, പോത്ത്, എരുമ തുടങ്ങിയ മൃഗങ്ങൾ, ആ മൃഗങ്ങൾ 2 വയസ്സ് പൂർത്തിയായതും അഥവാ 2 വർഷം പൂർത്തിയായതും 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചതുമായിരിക്കണം. വയസ്സ് തികയാത്ത മൃഗത്തിനെ ബലിയർത്താൽ അത് ഉദ്ഹിയ്യത്ത് വീടുകയില്ല, ഉദ്ഹിയ്യത്തായി പരിഗണിക്കുകയേയില്ല. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഉദ്ഹിയ്യത്ത് സംഘടിതമായി നിർവഹിക്കുമ്പോൾ ഓരോ മൃഗത്തിൻ്റെയും വിലകൾ നിശ്ചയിക്കുകയും അത് വീതം ചെയ്യപ്പെടുകയും ചെയ്യണം. മൃഗങ്ങളെ അറുക്കുന്നതിന് മുമ്പ് ഈ ബലി കൊടുക്കുന്ന ആളുകൾ 7 പേരാണെങ്കിൽ അങ്ങനെ, 6 പേരാണെങ്കിൽ അങ്ങനെ, അവർ അവരുടെ മൃഗത്തിനെ ക്ലിപ്തമായി പരിചയപ്പെട്ടിരിക്കണം. 7ൽ ഒരാൾക്ക് അറിവ് അറിയാമെങ്കിൽ ആ ഒരാളെ വക്കാലത്തേൽപ്പിച്ച് ആ ഒരാൾ അറുക്കലാണ്. അറിവിൻ്റെ സമയം സാധിക്കുമെങ്കിൽ അവിടെ സന്നിഹിതനായിരിക്കണം. ഇനി വിദേശത്തോ രോഗിയായി കിടപ്പിലോ വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ച് അതിൻ്റെ ചുമതല ഏൽപ്പിക്കാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മാംസം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകാമോ, നൽകാൻ പാടില്ലേ? ഹനഫി മദ്ഹബ് അനുസരിച്ച് ഉദ്ഹിയ്യത്തിൻ്റെ മാംസം അത് പച്ചയ്ക്കോ വേവിച്ചോ പാചകം ചെയ്തോ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകാവുന്നതാണ്.
ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളവർ ഉളുഹിയത്ത് അറുക്കുമ്പോൾ അല്പം മാംസത്തിന് വേണ്ടി നമ്മുടെ അരികിലേക്ക് യാചിച്ചു വരുന്നവർ, അത്തരത്തരായ ആളുകൾക്ക് ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല, കൊടുക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ ഉളുഹിയത്ത് കരുതിയ ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ ഉളുഹിയത്ത് അറുക്കപ്പെടുന്ന സമയം വരെ, ദുൽഹജ്ജ് 10 വരെയല്ല, തൻ്റെ ബലിമൃഗത്തിനെ എപ്പോഴാണോ അറവ് നടത്തുന്നത് ആ അറവ് നടത്തുന്നത് വരെ തൻ്റെ നഖവും മുടിയും നീക്കം ചെയ്യാതെ ഇരിക്കൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലെല്ലാത്തിലും ഉപരിയായി ഉളുഹിയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ആരാധനയാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് അത് വാജിബാണ്. ഉളുഹിയത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അത് കൊടുക്കാത്തവർ മുസല്ലകളിലേക്ക് അവർ അടുക്കണ്ട എന്നാണ് പ്രവാചക വചനം. അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ എല്ലാവരിലും അത് നിർബന്ധമാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇബാദത്താണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം. അൽഹംദുലില്ലാഹ്. പ്രധാനപ്പെട്ട വിഷയമാണ് ഷെയർ ചേർന്ന് പങ്കുകാരായി മൃഗത്തെ അറക്കുന്നത്. അത് ആടിൽ പറ്റുകയില്ല. ആടൊഴിച്ചുള്ള മാടുകളിൽ 7 പേർക്ക് വരെ പങ്കുചേരാവുന്നതാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, പങ്കുകാരിൽ ഒരാളുടെ വിഹിതവും മൃഗത്തിൻ്റെ 7ൽ 1 കുറയാവതല്ല. അഥവാ പങ്കുകാരിൽ ഒരാളുടെ വിഹിതം 7ൽ 1 കുറഞ്ഞു പോയാൽ അയാളുടെയും ബാക്കി പങ്കുകാരുടെയും ഉദ്ഹിയത്ത് ശരിയാവുകയില്ല. രണ്ടാമതായി, പങ്കായി അറക്കുമ്പോൾ എല്ലാവരും ഖുർബത്തിന്, പുണ്യകർമ്മമായ അറവിനെ ഉദ്ദേശിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസിയല്ലാത്ത ഒരാൾ അതിൽ പങ്കുചേരുകയോ പുണ്യകർമ്മം അഥവാ ഖുർബത്ത് ഉദ്ദേശമില്ലാതെ വെറും മാംസത്തെ കരുതി പങ്കുചേരുകയോ ചെയ്താൽ പ്രസ്തുത മൃഗം പൂർണ്ണമായും ഉദ്ഹിയത്ത് അല്ലാതാകുന്നതാണ്. അഥവാ അതിൽ പങ്കുചേർന്ന ഒരാളുടെയും ഉദ്ഹിയത്ത് സ്വഹിയാകുന്നതല്ല. കാരണം എന്താണ്? ഹനഫി മദ്ഹബ് പ്രകാരം പല പങ്കുകാർ ചേരുമ്പോഴും പങ്കാകുന്ന മൃഗത്തെ പല ഭാഗങ്ങൾ അഥവാ ജുസ്സുകൾ എന്ന് പറയുന്നത് ആയിട്ടില്ല. പ്രസ്തുത മൃഗം ഒറ്റ ഭാഗം പോലെയാണ് പരിഗണിക്കുന്നത്. 7 പേര് ചേർന്നാലും മൃഗത്തെ ഒറ്റ മൃഗമായിട്ടാണ് പരിഗണിക്കുക, ഭാഗങ്ങളായിട്ടല്ല പരിഗണിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നേർച്ചയാക്കിയ ഉദ്ഹിയത്തിൽ ഇനി മറ്റൊരാളെ പങ്കു ചേർക്കാമോ? പങ്കു ചേർക്കാൻ പാടില്ലേ. നേർച്ചയാക്കിയ മൃഗത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കാവതല്ല. ഒരു മൃഗത്തിൻ്റെ ഒരു പങ്കോ 1ൽ കൂടുതൽ പങ്കുകളോ നേർച്ചയാക്കിയാൽ ആ മൃഗത്തിൻ്റെ മാംസം മുഴുവനും അഥവാ മുഴുവൻ പങ്കുകളും നിർബന്ധമായി സ്വതക്ക ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേർച്ച കരുതാത്ത പങ്കുകാരോടൊപ്പം നേർച്ച കരുതുന്നവർ കൂടി പങ്കുചേരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു മൃഗത്തിൻ്റെ ഒരു പങ്കിൽ ഉദ്ഹിയത്തും മറ്റൊരു പങ്കിൽ അഖീഖത്തും എന്നിങ്ങനെ കരുതൽ സഹീഹാണ്, ശരിയാണ് എങ്കിൽ പോലും അത് കറാഹത്താണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതിനെ മാറ്റിവെക്കലാണ് അത്യുത്തമം. പിന്നെ അടുത്തൊരു വിഷയം, നമ്മൾ ഉദ്ഹിയത്ത് മൃഗത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉദ്ഹിയ മൃഗങ്ങൾ നല്ല കൊഴുത്തതും കാണാൻ ഭംഗിയുള്ളതുമായിരിക്കണം. എന്നാൽ അവ കുറ്റമറ്റതായിരിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി നൽകുന്നതാണ്, ഏറ്റവും മികച്ചതായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മുടന്തുള്ളത്, കണ്ണില്ലാത്തത്, കാഴ്ചയില്ലാത്തത്, മെലിഞ്ഞ് മജ്ജ പറ്റിയത്, ചെവി, വാൽ എന്നിവയിൽ നിന്ന് 1/3 അധികം മുറിഞ്ഞുപോയത്, തീറ്റ തിന്നാൻ കഴിയാത്ത വിധം പല്ലില്ലാത്തത്, ജന്മനാ ചെവിയില്ലാത്തത്, അകിട് മുറിഞ്ഞുപോയത്, കൈകാൽ മുറിക്കപ്പെട്ടത്, നടക്കാൻ കഴിയാത്തത്, ഇവയൊന്നും ഉദ്ഹിയത്തിന് പറ്റിയതേ അല്ല. അതേസമയം ജന്മനാ കൊമ്പില്ലാത്തതാണെങ്കിൽ, മാംസത്തിന് കേട് സംഭവിക്കാത്ത വിധം കൊമ്പ് ഒടിഞ്ഞതാണെങ്കിൽ, വരി ഉടച്ചതാണെങ്കിൽ അതുകൊണ്ടിട്ട് യാതൊരു കുഴപ്പവും ഇല്ല. ഉദ്ഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കപ്പെട്ട മൃഗം ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ
നേർച്ച നേർന്നയാൾ സമ്പന്നനാണ് എങ്കിൽ മറ്റൊന്നിനെ വാങ്ങിച്ച് അയാൾ അറുത്ത് നേർച്ച വിടണം. നേരെ മറിച്ച് ദരിദ്രനാണ് എങ്കിൽ പകരം അയാൾ അറുക്കേണ്ടതില്ല. മറ്റൊരു വിഷയം, ഉളുഹിയത്തിനെ കരുതിയ മൃഗം, ഇന്ന മൃഗത്തിന് ഉളുഹിയത്ത് കൊടുക്കാം എന്ന് കരുതി നിയത്താക്കിയ മൃഗം ഇടയ്ക്ക് വെച്ച് അതിന് ന്യൂനത സംഭവിച്ചുവെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ സമ്പന്നനാണെങ്കിൽ ആ മൃഗത്തിനെ മാറ്റി ന്യൂനതയില്ലാത്ത മറ്റൊരു മൃഗത്തിനെ അറുക്കേണ്ടതാണ്. ഇനി ഉടമ പരമദരിദ്രനാണ് എങ്കിൽ അതുതന്നെ ഉളുഹിയത്തായി അറുത്താൽ മതിയാകുന്നതാണ്. ഇനി ഉളുഹിയത്ത് മാംസത്തിൻ്റെ വിതരണം. ഉളുഹിയത്ത് മാംസം ബലി അറുക്കുന്ന നാട്ടിലാണ് വിതരണം ചെയ്യേണ്ടത്. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ അത് കൂടുതൽ ആവശ്യമാണ് എന്ന് കണ്ടാൽ ആ പ്രദേശങ്ങളിലേക്ക് ആ മാംസത്തെ നീക്കാവുന്നതാണ്. നേർച്ചയല്ലാത്ത ബലിമാംസമാണ് എങ്കിൽ 1/3 കുറയാത്തത് സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. ഏറ്റവും നല്ലത് 1/3 സ്വതക്ക ചെയ്യുകയും 1/3 കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സൽക്കരിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും 1/3 സ്വന്തമായി ഉപയോഗിക്കലുമാണ് സുന്നത്തായ രീതി. ഇനി നേർച്ചയാക്കിയ മൃഗമാണ് എങ്കിൽ ആ മൃഗത്തിൻ്റെ മാംസം പൂർണ്ണമായിട്ടും സ്വതക്ക ചെയ്തേക്കണം. അല്പം പോലും നേർച്ചക്കാരനോ അയാളുടെ മാതാപിതാക്കളോ ഭാര്യാമക്കളോ എന്നിവരോ അതിൽ നിന്ന് ഭക്ഷിക്കുകയോ ചെയ്യരുത്. മറ്റൊന്ന് ഉളുഹിയത്തിൻ്റെ തോലാണ്. ഉളുഹിയത്തിൻ്റെ തോല് സ്വതക്ക ചെയ്യുകയാണ് വേണ്ടത്. വിധവകൾ, അനാഥക്കുട്ടികൾ, മിസ്കീന്മാർ, പാവപ്പെട്ടവർ, പരമദരിദ്രരായ ആളുകൾ, ഇങ്ങനെയുള്ള അവരിലേക്ക് തോലിനെ കൊടുക്കുകയാണ് വേണ്ടത്. സ്വയം നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് വിറ്റ് ഒന്നുകിൽ തോലായോ അല്ലെങ്കിൽ അത് വിറ്റിട്ട് അതുവഴി കിട്ടുന്ന പൈസ സ്വതക്കയായോ നമ്മൾ ചെയ്യേണ്ടതാണ്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഈ മാംസത്തിൻ്റെ വിതരണത്തിൽ സംശയമുള്ള മറ്റൊരു വിഷയമാണ് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉളുഹിയത്തിൻ്റെ മാംസം നൽകാമോ നൽകാൻ പാടില്ലേ എന്നുള്ളതാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഉളുഹിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകാം, യാതൊരു കുഴപ്പവുമില്ല. അഥവാ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽപക്കത്തുള്ളവർ ഉളുഹിയത്ത് അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാചിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നവർ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉളുഹിയത്തിൻ്റെ മാംസം പച്ചയായി തന്നെ അവർക്ക് നൽകൽ അനുവദനീയമാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച്. എന്നാൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അനുവദനീയമേ അല്ല എന്നുള്ളത് കൂടി ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നസീഹ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ കൃത്യമായും വളരെ സൂക്ഷ്മതയോടും കൂടി സംഘടിതമായ ഉളുഹിയ കർമ്മം നിർവഹിച്ചു പോരുന്നു. ആ ഉളുഹിയത്ത് നിർവഹിക്കപ്പെടുന്ന അതിൽ പങ്കാളികളാകുന്ന ആളുകൾ വളരെ ആത്മനിർവൃതി അടയുകയും സന്തോഷവാന്മാരാവുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ അറവും അതുപോലെ തന്നെ അതിൻ്റെ വിതരണവും എല്ലാം കൃത്യമാണ് എന്നതുകൊണ്ടിട്ട് തന്നെയാണ്. ഈ വർഷവും അൽഹംദുലില്ലാഹ് അതിൻ്റെ പരിശ്രമത്തിലാണ്. സ്വന്തമായി വീടുകളിൽ അറുക്കാൻ കഴിയാത്തവർ അവർ അത് ഈ ഷെയർ ചേരുകയും ഈ സംഘവുമായി, ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സംഘം ചേർന്ന് സംഘടിതമായി ഉളുഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക. പുണ്യമാക്കപ്പെട്ട ഈ ദിനങ്ങളിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സ്മരണയും പ്രാർത്ഥനയുമാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ ഈ പെരുന്നാൾ സുദിനത്തിനെയും ഹൃദ്യമായ നിലയിൽ, പടച്ചവന് ഇഷ്ടപ്പെട്ട നിലയിൽ, അവൻ്റെ തൃപ്തിക്ക്, അവൻ്റെ പൊരുത്തത്തിനു വേണ്ടി അതിനകത്ത് റിയാഓ സുമഅത്തോ ഒന്നും കടന്നു വരാതെ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.